ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉടുപ്പി സ്പെഷ്യൽ കറിയാണ്. അതിലേക്കായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ജീരകം, പിന്നെ നമുക്ക് മല്ലി ഞാൻ ഇവിടെ 1/4 ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ എടുത്തു. അത് 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പാകത്തിന് പച്ചമുളക് പാകത്തിന് പറഞ്ഞാൽ നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ചോക്കുമ്പോൾ ഒരു 1/4 കപ്പ് നാളികേരം ഇടണം കേട്ടോ. നാളികേരം ഒന്ന് ചുമന്ന് വരുമ്പോൾ ഒരു ടീസ്പൂൺ ശർക്കര, ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായി വറുത്ത് മാറ്റി വയ്ക്കുക. നല്ല ഒരു മാതിരി ചോപ്പ്, പക്ഷെ നല്ല ചോപ്പല്ല, നല്ലൊരു മണം വരും. ആ സമയത്ത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് കടുക്, ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് 1-2 വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും മതി. എന്ന ശേഷം കുറച്ച് ഇതിലോട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒന്ന് ചൂടാവുന്ന സമയത്ത് ഞാനൊരു 300 ഗ്രാം വെള്ളരിക്ക കേട്ടോ, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇടുക. ഇട്ട ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഉപ്പ് ഇപ്പം ഇടില്ല, ഒന്ന് വെള്ളരിക്ക വെന്ത ശേഷം ഉപ്പിടുള്ളൂ കേട്ടോ. ഇനി വെള്ളരിക്ക ഒന്ന് ഒരടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചത് ഒന്ന് അരച്ചെടുക്കണം. തൈര് കൂട്ടിയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുക. ഇനി നമുക്ക് വെള്ളരിക്ക ആയിട്ടുണ്ടാവും, ഒന്ന് തുറന്ന് നോക്കാം. ആ വെള്ളരിക്ക ഇത് നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അരച്ചെടുത്തിട്ടുള്ളത് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് മുന്നേ ഇതിലോട്ട് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി മാത്രമല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പാകത്തിന് ഇനി വെള്ളം ചേർത്തിട്ട് ഇത് ലൂസാക്കണം. കാരണം പൊതുവേ ഒരു കൊഴുപ്പ് വരും ഈ കറിക്ക്, കാരണം നമ്മൾ കടലപ്പരിപ്പ് ഒക്കെ അരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പ് എന്തായാലും വരും. അപ്പോൾ പാകത്തിന് വെള്ളം ചേർക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് നല്ലോണം തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ഇടണം കേട്ടോ, കുറച്ച് കായപ്പൊടി ഇട്ട ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് പോരാ, ചിലപ്പോൾ ഒരു 6-7 മിനിറ്റ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കേണ്ടി വരും. കാരണം അപ്പോഴാണ് ഈ നാളികേരത്തിൻ്റെ ഒരു പച്ചച്ചൊയ്യ ഉണ്ടാവുമല്ലോ, അത് വിടണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇടുക. ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടു കേട്ടോ. കറിവേപ്പില നമ്മൾ ആദ്യം ഇട്ട കാരണം വേണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.